രാഹുൽ ഗാന്ധിക്ക് ഒരു നോട്ടീസ് അയക്കുന്നുണ്ട്. ശകുൻ റാണിയുടെ കാര്യം പറഞ്ഞത് അവാസ്തവം, മിസ്ലീഡിംഗ് ആണ്, തെളിവുകൾ വേണം. ആ കമ്മീഷൻ ശകുൻ റാണിയോട് ചോദിക്കുന്നു, അല്ലയോ ശകുൻ റാണി, താങ്കൾ നിയമവിരുദ്ധമായി 2 വോട്ട് ചെയ്തുവോ? അപ്പോൾ വരുന്നു താഴ്മയോടെ ഉത്തരം, ഇല്ല സാർ, ഞാൻ ഒറ്റ വോട്ടേ ചെയ്തുള്ളൂ. ആ കേസ് അവിടെ തീർന്നു, രാഹുലെ കൊണ്ടുപോവാ മറുപടി. പണ്ട് നമ്മൾ 6ാം ക്ലാസ്സിൽ അത്തള പിത്തള തവളാച്ച് കളിക്കുന്ന കാലത്ത് കാണിക്കാത്ത ബാലിശപ്പണി ഈ രാജ്യം ഞെട്ടിപ്പോയ ആരോപണങ്ങളിൽ ഒറ്റ മണ്ഡലത്തിൽ 1,00,000 കള്ളവോട്ടെന്ന ആരോപണത്തിൽ മറുപടിയില്ലാത്ത 4ാം നാളാണ്. ഒരു പോരാട്ടമുഖത്ത് ഈ നാട് കാക്കാൻ വേണ്ടി വന്നാൽ ഈ ജീവനങ്ങ് നൽകാം, ഷഹീദാകാം എന്ന മട്ടിൽ ചങ്കില ചോര പോലെ നമ്മൾ കാണുന്ന ഈ മഹാരാജ്യത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ എന്നെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ ചോർഹേ എന്ന രാഷ്ട്രീയ മുദ്രാവാക്യം തെരുവിൽ കേൾക്കേണ്ട ഗതികത്ത ഏതെങ്കിലും ഈസിക്കുണ്ടായോ? 100 കണക്കിന് കിലോ എന്ന മട്ടിൽ തള്ളിക്കൊടുത്തൊരു കടലാസു കൂമ്പാരം 6 മാസം പണിയെടുത്ത് ജനാധിപത്യത്തെ കഴിമരത്തിലെ കാട്ടിത്തെളിക്കുന്നോ എന്ന ചോദ്യത്തിന് മറുപടി വേണ്ടത് രാഹുലിനല്ല, കാലമേ ഈ രാജ്യത്തിനാണ്. എണ്ണിപ്പറഞ്ഞ ഉടായ്പകളൊന്നും കാര്യമായി നിരാകരിക്കാൻ പോലും കെൽപ്പുകെട്ട് മാപ്പില്ലെങ്കിൽ തൂക്കിക്കളയുമെന്ന ക്ലീഷേ വിരട്ടത് ആരോടാണ് സാറന്മാരെ? രാജ്യത്തിന് വേണ്ടി ചിതറിപ്പോയ സ്വന്തം അച്ഛന്റെ ചിതയ്ക്ക് തീ കൊടുത്തപ്പോൾ അന്നത്തെ 21 കൈവറച്ചില്ല. പിന്നെയാണോ പല കാലങ്ങൾ കഴിഞ്ഞ് പല വേട്ടകൾ താണ്ടി തെരുവിൽ നെഞ്ചുവിരിച്ചവൻ 10 ഇണ്ടാസ് കണ്ടാലങ്ങ് വെട്ടുവിറക്കൽ വാക്കുവിലക്കൽ? ആ പ്രിയങ്ക അന്നേ പറഞ്ഞതാണ്, ഈ രാഷ്ട്രീയ DNA വേറെയാണ് സർക്കാരെ, അത് ജീവത്യാഗത്തിന്റെ ജനിതകം, പേടിപ്പിക്കല്ലേ, ഡർനാമത് ഡറാവോ മത്.